ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ലമാങ്ങിൻ്റെ രണ്ടാമത്തെ ദിവസം കേട്ടോ. നമ്മളിവിടെ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ഒരു ആർമി ക്യാമ്പ് ഉണ്ടെന്ന് പറയില്ല, അവിടെയാണ് നിന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഏകദേശം 8-9 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇന്ന് ലമാങ് പിടിച്ച് തിരിച്ച് ഷെഗോൺ പോകണം. എന്നാൽ മാത്രമേ നമ്മുടെ സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ ലമാങ്ങിലേക്കാണ് പോകുന്നത്. ഇന്നലെ മഴ ഉണ്ടാകുന്ന കേട്ടോ, അതുകൊണ്ട് പലയിടത്തും സ്നോ ഒക്കെ ഉണ്ട്. ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല, ഈ മലയുടെ പുറകിലാണ് കേട്ടോ. അവിടെയൊക്കെ സ്നോ ഉണ്ട് മലയിൽ. ഇപ്പം ചെറിയ വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഈ കാണാനൊക്കെ ആർമിയുടെ പോർട്ടർ താമസിക്കുന്ന സ്ഥലം കേട്ടോ. അതായത് പട്ടാളക്കാരൊക്കെ ഈ മലയിലേക്ക് കയറുമ്പോൾ അവർക്കുള്ള റേഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഇവരാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവർ സിവിലിയൻസാണ്. ഇവരാണ് തോളെ ചുമന്നുണ്ട് മേലിലൊക്കെ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ആർമിക്ക് ഹെൽപ്പായിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ കയറി തന്നെയാണ്. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വേണം മേലിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ എന്തായാലും പയ്യെ നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ ഇനി ലമാങ്ങിലേക്ക് നമുക്ക് ഏകദേശം 6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് കണ്ടില്ലേ, ലമാങ് 6 കിലോമീറ്റർ കേട്ടോ. അതുപോലെ ഇവിടെ ഒരു വാർ മെമ്മോറിയൽ ഉണ്ട്. ഇതാണ് നമ്മൾ പോണ റൂട്ട് കേട്ടോ. അപ്പോൾ വാർ മെമ്മോറിയൽ ഇവിടെ നിന്ന് വേണം പോകാൻ. 1962 വാറാണ് കേട്ടോ. ഇൻഡോ ചൈന വാറിൽ ബന്ധപ്പെട്ട ഒരു മെമ്മോറിയലാണ്. നമുക്ക് എന്തായാലും ഒന്ന് അടിയിലേക്ക് പോകാം കേട്ടോ. ഇങ്ങനെ എല്ലാ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഉള്ളത് സിഖ് റെജിമെൻ്റ് ആട്ടോ. അപ്പോൾ അവരുടെ അണ്ടറിലാണ് ഇത് മൊത്തം ഉള്ളത്. ലവിങ് മെമ്മറി ഓഫ് വാർ ഹീറോ നമ്പർ 112204 ചന്ദ്ര ബഹദൂർ 11 AR. ഇതാണ് കേട്ടോ വാർ മെമ്മോറിയൽ. ഒക്ടോബർ 24, 1962 ആ വാറിൻ്റെ സമയത്തുള്ള കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഒരു സമാധിയാണ് ഇവിടെ വെച്ചേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സമാധിയാണ് ഇത്. അതുപോലെ ഇവിടെ ഒരു റീത്ത് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു വാർ മെമ്മോറിയലാണ്. നമ്മൾ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗമില്ലേ, ഇത് ശരിക്കും ഇൻഡോ ചൈന വാറായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലം കൂടി കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം നമ്മൾ കഴിഞ്ഞ ദിവസം വന്നല്ല, ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞത്, ആ ഒരു ഭാഗം വരെ ചൈന പട്ടാളക്കാർ വന്നിട്ടുണ്ടായിരുന്നാണ് പറഞ്ഞത്. ആ ഒരു സമയത്ത് 1962 വാറിൽ. പിന്നീട് അവർ അറ്റാക്ക് ചെയ്ത് ഇങ്ങാടേക്ക് പറഞ്ഞു വിട്ടെന്നാണ് പറഞ്ഞത്. ഇന്നലെ എന്നോടൊരു സാറ് പറഞ്ഞതാണ് കേട്ടോ. ഇതിൻ്റെ സ്റ്റോറി കൂടുതലും നമുക്കറിയില്ല കേട്ടോ, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇന്നലെ മഴ പെയ്തില്ലേ, ആ കാണുന്ന മലയിലൊക്കെ മഞ്ഞ് പെയ്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു മഴയാണെങ്കിലും ചെറിയ രീതിയിൽ മഞ്ഞൊക്കെ ഇങ്ങനെ പെയ്ത് വീണിട്ടുണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ. കുറേ സ്ഥലത്തൊക്കെ ഇങ്ങനെ കോട വന്നേക്കൊണ്ട് കൂടുതലും അറിയാൻ പറ്റില്ല. അവിടെയൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. നമ്മളിനി ഏകദേശം 6 കിലോമീറ്ററും കൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ലമാങ് എത്തും. അപ്പോൾ എന്താണെന്ന് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. എനിക്കൊരു ഐഡിയ ഇല്ല അവിടെ എന്താവും എങ്ങനെയാവുമെന്ന്. സ്നോ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ മക്കളെ. ഇനിയും ഒരു 4-5 കിലോമീറ്ററും കൂടെ ഉള്ളൂ കേട്ടോ. ഇവിടെ നോക്കിയേ, റോഡ് ഇതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെയൊക്കെ മരമൊക്കെ ഇടിച്ച് പൊളിച്ച് താഴ്ത്തിട്ടിട്ടുണ്ട്. മരം വെട്ടിയിട്ടേക്കണേണോ അല്ലെങ്കിൽ ഇത് മണ്ണിടിഞ്ഞ് വീണേന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. കണ്ടിട്ട് മണ്ണിടിഞ്ഞ് വീണ പോലെ ഉണ്ട് കേട്ടോ. കേതച്ചേട്ടാ, കാരണം ഇത് ഹൈ ആൾട്ടിറ്റ്യൂഡാണ്. നമ്മളിപ്പോൾ കയറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 10 കേട്ടോ, 8,000-9,000 എന്തോണ് ഫീറ്റ്, അങ്ങനെയാണ് അവർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശ്വാസമില്ല. ഞാൻ ഇന്നും നോമ്പെടുത്തില്ല, കാരണം വെള്ളം കുടിക്കാൻ പറ്റില്ല ഈ ഒരു ഏരിയയിൽ. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. കുറച്ച് പണിയൊക്കെ ഓട്ടാ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എടുക്കാനത്. ഇത്ര നേരമായിട്ട് ഒരു വണ്ടി പോലും കണ്ടിട്ടില്ല. അതുപോലെ ഒറ്റ ടൂറിസ്റ്റിനെയും കണ്ടിട്ടില്ല. ആർമിയുടെ വണ്ടിയും കണ്ടിട്ടില്ല. ഒന്നും കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ ഓരോന്നായിട്ട് വരും കേട്ടോ. അടുത്തതൊരു വാട്ടർ ക്രോസിങ് ആണ് കേട്ടോ. ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. കുഴപ്പമില്ല. ഇവിടെ അടിയിലൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. എന്താണ് കുഴി ഉണ്ടായിരുന്നു. ഷൂസ് കേട്ടോ, കാരണം ഇത് അറിയാൻ പറ്റില്ല, കുഴി ഉണ്ടായില്ല എന്നൊന്നും അറിയാൻ പറ്റില്ല. അല്ലാത്ത കല്ലാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, നമുക്കൊരു ഐഡിയയിൽ നമുക്ക് പോകാൻ പറ്റും. ഇത് കല്ലല്ല കേട്ടാ, കുഴി ഉണ്ടായിരുന്നു മക്കളെ. നല്ല തണുപ്പുണ്ട് കേട്ടാ. അതുപോലെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിൽ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. വലിയ രീതിയിലൊന്നുമില്ല കേട്ടാ. മഴ ഇനി നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതിന് നല്ല വെള്ളച്ചാട്ടമായിട്ട് മാറും കേട്ടോ അതൊക്കെ. അവിടെയും അതുപോലെ തന്നെ മഞ്ഞുണ്ട്. മിക്കവാറും സ്നോ കിട്ടാൻ ചാൻസ് ഉണ്ട്. സ്നോ അല്ല കേട്ടോ, മിക്കവാറും നമുക്കൊരു മഴ കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇന്നത്തെ കാലാവസ്ഥ ക്ലിയർ അല്ല. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നത് കേട്ടോ. എന്തായാലും നമുക്ക് ലമാങ് കണ്ടിട്ട് ഇന്ന് തന്നെ അടിയിലേക്ക് ഇറങ്ങണം, അല്ലെങ്കിൽ പണിയാവും കേട്ടോ. ഇപ്പം ചെറിയൊരു വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അല്ലേ, ഇതിപ്പോൾ തന്നെ പോവും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവിടുത്തെ കാലാവസ്ഥ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര വ്യത്യാസമാണ്. ഇപ്പോൾ നല്ല രീതിയിൽ വേർത്ത് വിളിച്ചേട്ടാ. അതുകൊണ്ടാണ് ഞാൻ ജാക്കറ്റ് മാറ്റിയത്.
അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് വേണം പോകാൻ. ഇനി എന്തോ 3 കിലോമീറ്ററാ 4 കിലോമീറ്ററാ എന്തോ ഉണ്ടെന്ന് തോന്നട്ടാ. ഇവിടെ ഒരു സ്റ്റൂബൊക്കെ വെച്ചിട്ടുണ്ട് ഉണ്ടല്ലേ. മെയിൻ്റെനൻസ് ബൈ ലക്പ ഗൊയ്ബ വില്ലേജ് ബറങ്. ചെറിയൊരു സ്തൂപമാണ് ഇത്. ടിബറ്റൻ ഏരിയ ആയതുകൊണ്ടാണ് കേട്ടോ. ഡോൺ ത്രൂ ഗാർബേജ്. ഇവിടെ വേസ്റ്റുകളൊന്നും ഇടരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഇവരുടെ ഒരു പുണ്യമായ സ്ഥലമല്ലേ. അപ്പോൾ അവിടെ അതിൻ്റേതായിട്ടുള്ള ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും പയ്യെ കയറാട്ടാ. നോക്കിയേ ആ മലയിലൊക്കെ ഫുള്ള് ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ മണ്ണൊക്കെ വീണടപ്പെട്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ. ജാക്കറ്റ് ഊരി അത് വെറുതെ പോകുന്നതാണ്. നല്ല രീതിയിൽ തണുപ്പ് ഫീൽ ചെയ്തിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പേ നല്ല രീതിയിൽ ചൂടായതുകൊണ്ടാണ് ജാക്കറ്റ് ഊരി മാറ്റിയത്. അപ്പൊ നല്ല കാറ്റടിക്കണ്ട കേട്ടോ. അവിടുന്ന് ആ ഒരു മഞ്ഞിന്നൊക്കെയാണ് കാറ്റിങ്ങനെ അടിച്ചടിച്ച് വന്ന കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര നല്ല തണുപ്പ്. അതുപോലെ ഇത് നല്ല ഓപ്പൺ ആയിട്ടുള്ള ഏരിയ കേട്ടോ. അതും കൂടെ ഉണ്ട് കേട്ടോ. നമ്മളെ കയറി വന്ന റൂട്ടാണ് നിങ്ങൾ ഈ അടിയിൽ കാണുന്നത്. അതുപോലെ ഇവിടുത്തെ മരങ്ങളൊക്കെ കാണാൻ തന്നെ വല്ലാത്തൊരു ഭംഗിയാണ് കേട്ടോ. നോക്കിയേ അതിൻ്റെ ഇടയിലൊക്കെ ചെറുതായിട്ടൊക്കെ മഞ്ഞൊക്കെ ഇരിപ്പുണ്ട്. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞില്ല മഴ ഉണ്ടായിരുന്നു. ആ മഴ ഉള്ളതുകൊണ്ട് ഇവിടെയൊക്കെ മഞ്ഞ് വീണട്ടാ. നമ്മളെ ഇപ്പം നിൽക്കുന്ന സ്ഥലം മാപ്പിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചൈനയിലായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അതായത് മാപ്പിൽ കാണിക്കുന്നത് വെച്ചാൽ നമ്മൾ ചൈനയിൽ ഉണ്ടെന്നാണ് അർത്ഥം. പക്ഷെ നമ്മൾ ചൈനയിലല്ല, ഇന്ത്യയിലാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ മാപ്പിൽ എങ്ങനെ കാണിക്കുന്നത്. ചൈനയിൽ ഒരുപാട് ദൂരം ഉള്ളിലേക്കായിട്ടാണ് കാണിക്കുന്നത്. നമ്മളിങ്ങനെ കയറി വേണ്ട വന്ന. അപ്പോൾ അതേ അടിയിലൊരു ആർമിയുടെ വണ്ടിയൊക്കെ വന്നിട്ട് ആ ഒരു റൂട്ടാണ് നമ്മൾ വന്നത്. എനിക്ക് തോന്നുന്നത് ഷിയോമി റിവറിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നുണ്ട്. ഷിയോമി റിവർ എന്ന് പറഞ്ഞാൽ ചൈനയിൽ നിന്ന് ഒഴുകി വന്ന റിവറാണ്. അത് നേരെ നമ്മുടെ ഇന്ത്യയിലേക്കാണ് വന്നത്. നമ്മളെ നേരത്തെ അടിയിൽ കണ്ട നദിയില്ലേ, അത് ഈ ഒരു വെള്ളച്ചാട്ടം ഒഴുകി അടിയിലെത്തുമ്പോൾ വേണ്ട വെള്ളത്തിൻ്റെ കളറൊക്കെ ഒഴുകി തെളിഞ്ഞിരിക്കണേട്ടാ. ഈ വെള്ളമൊക്കെ നമുക്ക് കുടിക്കാം. മലയിൽ നിന്ന് ഒഴുകി വന്ന വെള്ളമാണ്. കംപ്ലീറ്റ് മിനറൽസ് ആണ് കേട്ടോ. ഇത് ഒഴുകി നേരെ അടിയിൽ ചെന്ന് ആ നദിയായിട്ട് കണക്ട് ചെയ്യും കേട്ടോ. നല്ല കയറ്റമുണ്ട് മക്കളെ, ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ഇത് നോക്കി ഞങ്ങൾ ആ മലയിലൊക്കെ ഫുള്ള് മഞ്ഞ് വീണട്ടാ. ഇവിടെയൊക്കെ ഫുള്ള് മഞ്ഞാണ്. നമ്മൾ അങ്ങാടൊക്കെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങാട് പോകാൻ പറ്റില്ല. നമുക്ക് ആകെ ലമാങ് വരെ പോകാൻ പറ്റുള്ളൂ. അവിടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട് ക്രാഷ് ആയത്, അവിടം വരെ പോകാൻ പറ്റുള്ളൂ. അത് എനിക്ക് അലൗഡല്ല കേട്ടാ. നമ്മളിങ്ങനെ കയറി ഇങ്ങനെ വന്നിട്ടിരിക്കുന്നതിന് റോഡ് ഇതാണ് കേട്ടാ. ഇങ്ങനെ ടാർ ചെയ്ത റോഡല്ല, ഇതൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞിരിക്കുന്നതാണ്. പക്ഷേ ഇതൊന്നും അല്ല കേട്ടാ. ഈ വ്യൂ നോക്കി ഞങ്ങൾ അടിപൊളിയല്ലേ. ആ മലയിൽ അത്യാവശ്യം മഞ്ഞുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കിതച്ചപ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ നോക്കിയതാണ്. അപ്പം കണ്ട മലയാണ് കേട്ടോ ഇത്. എൻ്റെ പൊന്നെ അടിപൊളിയാണ്. ഞാൻ പിന്നെ ഗോപ്രോ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗോപ്രോ എടുത്തിട്ട് വലിയ ഇതില്ല, എന്നാലും അത്യാവശ്യം നല്ല നല്ല വീഡിയോസൊക്കെ കിട്ടണമെങ്കിൽ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഗോപ്രോ വെച്ചേക്കണം. ഗോപ്രോയിൽ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ റെക്കോർഡ് ചെയ്യാനുള്ളൂ കേട്ടോ. ഗോപ്രോയിൽ വലിയ രീതിയിൽ ചാർജ് ഒന്നും നിൽക്കില്ല. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ തണുപ്പുള്ള ഏരിയയാണ്. അപ്പോൾ ചാർജ് പെട്ടെന്ന് പോകട്ടാ. തള്ളിക്കയറ്റി ആകെ സീനായിട്ടാ. ഇനി ഇത്തിരിയേ ഉള്ളൂ, അടുത്താണെന്ന് തോന്നുന്നുണ്ട്. ഇനി അധികം ദൂരമില്ല. എന്തായാലും കണ്ടിട്ട് ഇന്ന് തന്നെ അടിയിലേക്ക് ഇറങ്ങണം കേട്ടോ, അല്ലെങ്കിൽ പണിയാവും. കാരണം ഒറ്റ ദിവസത്തെ പാസിന് രണ്ടാമത്തെ ദിവസം കേട്ടോ. ഒരു ദിവസം അവിടെ ക്യാമ്പിൽ നിന്ന് പിന്നെ രണ്ടാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്ത് ഇനിയിപ്പോൾ ഒരു ദിവസം കൂടെ എനിക്കറിയില്ല. നിൽക്കാനൊക്കെ പറ്റും, വലിയ കുഴപ്പമില്ല. പക്ഷേ എന്തായാലും പെട്ടെന്ന് ഇറങ്ങാമല്ലാന്ന് വെച്ച്. അതുപോലെ തന്നെ ഇത് നോക്കി, ഇവിടെ ഒരു ഐസ് വീണെടുപ്പുണ്ട് കേട്ടോ. ഫ്രഷ് അല്ല കേട്ടോ, ഇത് കുറച്ച് അധികം ദിവസമായി വീണിട്ട്. എന്നാലും നമ്മൾ കണ്ടുകൊണ്ട് കുറച്ച് എടുക്കുക കേട്ടോ. ഐസ് കണ്ടേട്ടാ. ഇത്ര അടുത്ത് ഈ ഇവിടെ അരുണാചൽ വന്നിട്ട്, അരുണാചലല്ല അരുണാചലിൽ തന്നെ മെച്ചൂക്കിയിൽ വന്നിട്ട് നമ്മൾ അല്ലാണ്ട് ഐസ് കണ്ടിട്ടുണ്ട് തവാങ്ങിൽ. മെച്ചൂക്കിയിൽ വന്നിട്ട് ഐസ് കാണാൻ ആദ്യമായിട്ടാണ്. അതും ലമാങ് പോണ റൂട്ടിൽ. അപ്പം ഇങ്ങനെ എടുത്തിട്ട് എന്തില്ലേ നമ്മുടെ കുട്ടപ്പനെ അറിയാം. നമ്മൾ ലമാങ്ങിലെത്തിയാട്ടാ. ഇവിടെ ലാസ്റ്റ് വന്നത് ITBPയുടെ ചെക്ക് പോസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ഇന്ത്യൻ ആർമിയുടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ ഐ ലവ് ഇന്ത്യ എന്ന് കൊടുത്തിട്ടില്ലേ, ഈ കാണുന്ന മലനിരകളൊക്കെ അതിലും അത്യാവശ്യം മഞ്ഞുണ്ട് കേട്ടോ. ഇപ്പോൾ സ്നോ ഇല്ല, കുറവാണ്. പക്ഷേ ചില മലകളിലൊക്കെ സ്നോ ഉണ്ട് കേട്ടോ അത്യാവശ്യം. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഹെലികോപ്റ്റർ ക്രാഷായ ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ ലാസ്റ്റ് വന്നത് ITBPൻ്റെ ക്യാമ്പാണ്. ലാസ്റ്റത്തെ പേപ്പർ നമ്മൾ കൊടുത്തിട്ട്, അതായത് 4 പെർമിഷനായിരുന്നു, അതിൽ 4 നമ്മൾ കംപ്ലീറ്റ് ചെയ്തേട്ടാ. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു ഐ ലവ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ മഞ്ഞുമലയൊക്കെ കാണാൻ പറ്റും. ഇവിടെ എത്ര മാത്രം ബോർഡർ ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ഇവരോട് ചോദിക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആ ഒരു മലയിലൊക്കെ നമുക്ക് സ്നോയൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെ ഫുള്ള് ITBP ആണ്. അത് കഴിഞ്ഞിട്ട് അവിടെ ഇന്ത്യൻ ആർമി ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം.
നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് മക്കളെ, നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. കാറ്റടിക്കുമ്പോഴാട്ടെ ഏറ്റവും വലിയ ഇത്. ലാസ്റ്റ് അവിടെ ഒരു ഹെലികോപ്റ്റർ ക്രാഷ് ചെയ്തിട്ടുണ്ട്. അതെന്തോ 40 വർഷങ്ങൾക്ക് മുമ്പ് കൺട്രോൾ തെറ്റി ക്രാഷ് ആയതാണ്. അതായത് ലാൻഡ് ചെയ്യാൻ പറ്റാണ്ട് അവിടെ എന്തോ പറ്റി ക്രാഷ് ആയതാണ്, അല്ലാണ്ട് യുദ്ധത്തിൻ്റെ ടൈമിൽ ഉണ്ടായതല്ല കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാൻ പറഞ്ഞു, നമ്മൾ ലാസ്റ്റ് അവിടെ ITBPയുടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ നമ്മൾ പേപ്പർ കൊടുത്തല്ല, ലാസ്റ്റത്തെ പേപ്പറും കൊടുത്ത് ഒരു ഒറിജിനൽ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇൻ കേസ് എന്തെങ്കിലും ചെക്കിങ് ഉണ്ടെങ്കിൽ നമുക്ക് പിടിക്കാൻ വേണ്ടിയാണ് ഒറിജിനൽ വന്നേക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് കോപ്പി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അവിടം വരെയാണ് നമുക്ക് വണ്ടി അലൗഡ് ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വണ്ടി അലൗഡ് അല്ല കേട്ടോ. ഒരു വണ്ടി അലൗഡല്ല, അലൗഡുള്ളത് ആർമിയുടെ മാത്രമേ ഉള്ളൂ. പിന്നെ അത് അവിടെ അലൗഡ് ITBPയുടെ കേട്ടോ, അല്ലാണ്ട് മുന്നോട്ട് ITBPയുടെ അലൗഡല്ല. ലാസ്റ്റ് തന്നെ ക്യാമ്പാണ് ആർമി ക്യാമ്പ് കേട്ടോ. നമ്മളെ ഇപ്പോൾ ആർമി ക്യാമ്പ് ക്രോസ് ചെയ്ത് വന്ന് എൻ്റെ പുറകിലാട്ടെ ക്യാമ്പുള്ളത്. ഇതും അവരുടെയൊക്കെ എന്തോ ഭാഗങ്ങളാണ്. ഇവിടെ എന്തൊക്കെയോ പണിയുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇത്രയും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഹെലികോപ്റ്റർ ക്രാഷിംഗ് പോയിൻറ്റിൻ്റെ അവിടെ എത്തും. ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് ഉണ്ട് കേട്ടോ. നല്ല രീതിയിൽ സ്നോ കടിയിലുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു തന്നെ കേട്ടോ. വീഡിയോയും ഫോട്ടോ എടുക്കാനാണെങ്കിലും. ടൂറിസ്റ്റുകൾ പോയിട്ടുണ്ട് 2-3 പേര്. മിക്കവാറും അവിടെ കാണാൻ പറ്റുമെന്ന് തോന്നണ്ടാ. നമ്മളങ്ങനെ ഏകദേശം എത്താറായിട്ടാ. ഇവിടെ പഴയ ബങ്കറുകളൊക്കെ ഉണ്ട്, ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കണേ കേട്ടാ. ഇതാ കാണുന്നതാണ് ഹെലികോപ്റ്റർ ക്രാഷ് ചെയ്ത് കേട്ടാ. ഇവിടെ കാണാൻ പറ്റില്ലേ, അവിടെ ആരൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കണ്ട്. മഞ്ഞുണ്ടാകുന്നെങ്കിൽ സെറ്റാകുന്നു കേട്ടോ മക്കളെ. മഞ്ഞില്ല, മഞ്ഞ ആകി നോക്കി അവിടെ ഇവിടെയും അറ്റപറ്റായിട്ട് കിടക്കണേണ്, അല്ലാണ്ട് വലിയ രീതിയിൽ മഞ്ഞൊന്നുമില്ല കേട്ടോ. പിന്നെ ഉള്ളത് മലയിലൊക്കെയാണ്. അങ്ങനെ ഇതാണ് ലൊക്കേഷൻ കേട്ടോ. നമുക്കിനി അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് വേണം പോകാൻ. അതുപോലെ ഇവിടെ ആർമിയുടെ ഒരു കഫേക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ എന്തൊക്കെയോ ഒരു ചെറിയൊരു വീട് പോലെയൊക്കെ പണിയുന്നുണ്ട്. മിക്കവാറും കഫേ പോലെ അല്ലെങ്കിൽ ഇവരുടെ എന്തെങ്കിലും ചെറിയ ക്യാമ്പ് പോലെ എന്തെങ്കിലുമൊക്കെ പണിയണമായിരിക്കും കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ചായക്ക് 40 രൂപ. പക്ഷെ എൻ്റെ പൊന്നെ, കോഫി 50 രൂപ. ആർമിയുടെ തന്നെയാണ്. സാധാരണ ആർമീൻ്റെയൊക്കെ നല്ല റേറ്റ് കുറവുണ്ടാവും, എന്താണെന്നറിയില്ല കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടേക്കൊക്കെ റൂട്ട് കാണിക്കാൻ കേട്ടോ. അങ്ങോട്ടേക്ക് എത്ര ദൂരം വരെ പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ ഒരു റിവർ ചൈനയിൽ നിന്ന് ഒഴുകി തന്നെ കേട്ടോ. ഇത് നേരെ കണക്ട് ചെയ്യണത് നമ്മുടെ ആ റിവറിൻ്റെ പേര് അടക്കെടുത്ത് പറഞ്ഞു, ഷിയോമി റിവർ കേട്ടോ. അവിടേക്കാണ് കണക്ട് ചെയ്യണത്. അതുപോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെയൊന്നും മഞ്ഞില്ല, മഞ്ഞൊക്കെ ഉണ്ടാകുന്ന അടിപൊളി ഫോട്ടോ കിട്ടിയേനെ. ഇതാണ് ഈ കാണുന്ന ഹെലികോപ്റ്ററിൻ്റെ സ്റ്റോറി കേട്ടോ. അപ്പോൾ ഇതിൽ 1986 ഇത് ക്രാഷ് ആയത്. MI-8 ഹെലികോപ്റ്ററാണ് കേട്ടോ. ഈ ഒരു ഹെലികോപ്റ്ററിൻ്റെ പേര് MI-8 എന്നാണ്. അത് ഏകദേശം ഇപ്പോൾ 40 വർഷം കേട്ടോ ക്രാഷ് ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തേക്കണത്. നമുക്ക് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തേക്ക് ആകെ പോകാൻ പറ്റേണ്ടത് ITBP ഇന്ത്യൻ ആർമിക്ക് മാത്രമേ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷെ എന്തായാലും ഇത് മഞ്ഞ് ടൈമിലുള്ള ഇതാണ് കേട്ടോ ഹെലികോപ്റ്ററിൻ്റെ ഇത്. അതുപോലെ തന്നെ ഇത് നോർമലി ഈ ഹെലികോപ്റ്ററിൻ്റെ മെയിൻ ഫോട്ടോയാണ് ഈ കാണുന്നത്. ശരിക്കും ഇവർ ലാൻഡ് ചെയ്യാൻ നോക്കിയതാണ്. അപ്പോൾ ആ ട്രീൻ്റെ മരത്തിൻ്റെയൊക്കെ ഇടയിൽ കുടുങ്ങി താഴ്ത്ത് വീണ് ഇങ്ങനെ ക്രാഷ് ആയെന്നാണ് കേട്ടത് ഇതിൽ എഴുതി വെച്ചേക്കുന്നത്. ശരിക്കും അങ്ങനെയാണ്, അല്ലാണ്ട് വാറിൻ്റെ സമയത്ത് ഉണ്ടായതല്ല. ഏകദേശം 119 ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു. ഇതിന് മാത്രമേ ക്രാഷ് ഉണ്ടായെന്നാട്ടോ പറഞ്ഞിട്ട്. അതിൻ്റെ പാർട്സാണ് നമ്മളത് ഇവിടെ കാണേട്ടാ. ആകെ തകർന്നിരിക്കണേണ്. ഇതിൻ്റെ എൻജിനൊക്കെ ഇവർ അയച്ചിട്ടേക്കണേട്ടാ. എൻജിൻ കാര്യങ്ങളൊക്കെ ഇത് പണ്ടേ അയച്ചിട്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് പാർട്സ് മാത്രം കാണാൻ പറ്റണ്ട കേട്ടോ. ഇതിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ അയച്ചു കൊണ്ടുപോയി. എൻജിൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് സംഭവങ്ങൾ അയച്ചു കൊണ്ടുപോയി. പിന്നെ എന്തോ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അയച്ചു കൊണ്ടുപോയി കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ഒരു ഹെലികോപ്റ്ററിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഹെലികോപ്റ്ററിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയത് ആദ്യമായിട്ടാണ്. അതും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്ററിൻ്റെ ഉള്ളിലാണ് ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇതിൽ എൻജിനൊന്നും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞതിലുള്ള എല്ലാ സാധനങ്ങളും അവർ അയച്ചുകൊണ്ട് പോയിട്ടാ. സീറ്റ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി. ഇതിപ്പോൾ ഏകദേശം 40 വർഷം കേട്ടോ. ഈ 2026 കണക്ക് കൂട്ടണമെങ്കിൽ 40 വർഷമായി. 40 വർഷമായിട്ട് കിടക്കണ ഹെലികോപ്റ്ററാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, എൻ്റെ ഉള്ളിലൊക്കെ നോക്കി.
ഇത് കാണാനായിട്ടാണ് മെയിനായിട്ട് ആൾക്കാർ വരുന്നത്. നമ്മൾ ഓരോ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നേട്ടാ. ഇതൊക്കെ കാണുമ്പോൾ നല്ല രീതിയിൽ ക്യൂരിയോസിറ്റി തോന്നും. ഇതിൻ്റെ ലീഫാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഇത് ഒരെണ്ണം മാത്രമേ ഉണ്ട്, ബാക്കി ഒരെണ്ണം പോയി കിടക്കണേണ്, ഒരെണ്ണം ഇല്ലാട്ടാ. അടിപൊളിയല്ലേ കാണാൻ വേണ്ടി. ഇതിൽ കുറച്ച് പേരൊക്കെ റൈഡേഴ്സ് ക്ലബിൻ്റെ ഒക്കെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ. നമ്മളതിൽ ഒട്ടിക്കാൻ സ്റ്റിക്കറൊന്നുമില്ല, അതെ എയർഫോഴ്സിന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ ലമാങ്ങിൽ നിന്നും ഇറങ്ങിയേട്ടാ. നമ്മൾ തിരിച്ച് സെഗോണിൽ ചെന്നാലേ ബാക്കി സാധനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ആകെ കിടച്ചല്ല. നമ്മൾ ഇവിടുന്ന് ഇറങ്ങിനേട്ടാ. ഇത് ആർമിയുടെ കഫേ എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഇത് ഇവിടെ ബർഫുണ്ട് അത്യാവശ്യം. ഇത് കുറച്ചധികം ദിവസങ്ങളായിട്ടാ. അതുപോലെ ഇവിടെ പണിയണത് മറ്റൊരു കഫേ കേട്ടോ. ഇത് പുതിയത് പണിയണതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വന്നോയ്ക്ക് ഒരു ഓഫീസറിനെ കണ്ട, ഒരു മേജറാണ്. പുള്ളിയാണ് എനിക്ക് ഇന്നലെ പോക്കർ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസവും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾ എന്നോട് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയും. നല്ല മനുഷ്യനായിരുന്നു കേട്ടാ. മഴ പൊടിയുണ്ട് കേട്ടോ മക്കളെ, നല്ല രീതിയിൽ മഴ പൊടിയുണ്ട്. മിക്കവാറും പണിയാവും തോന്നണേ, ഒരു ഐഡിയ ഇല്ല കേട്ടാ. കതച്ച് നമ്മൾ കുറച്ചിറങ്ങി കേട്ടോ, വന്ന് തിരിച്ച് കയറ്റം കയറിയാണ് പോണത്. നമ്മുടെ സൈക്കിളിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, നനയാവൊന്നും അറിയില്ല കേട്ടാ. അപ്പിക്കറലോ നമ്മളിവിടെ മഞ്ഞുണ്ട് കേട്ടാ. അപ്പം അങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പം ഇവരും ഉണ്ട്, പിന്നെ നമ്മളും ഉണ്ട്, പിന്നെ അതേ കുറച്ച് സിസ്റ്റർമാരൊക്കെ ഉണ്ട് കേട്ടോ. ഓ എൻ്റെ ഫോൺ. ഇതിവിടെ ഒരു ITBPയുടെ ക്യാമ്പിന് കേട്ടാ, അതിൻ്റെ അടിയിലാണ് ഇതുള്ളത്. അപ്പോൾ ജസ്റ്റ് മഞ്ഞിൽ കളിക്കാൻ വേണ്ടി വന്നേട്ടാ. ഭയാ ഉസ്കോ മാറു ആറാംസി ജാ. നമ്മളെ ഇപ്പം അവിടെ നിന്നൊക്കെ ഇറങ്ങിയേട്ടാ ബോർഡറിൽ നിന്ന്. ഇനി നമ്മൾ തിരിച്ച് റിട്ടേൺ പോകണേണ്. നേരത്തെ കണ്ട ഇതില്ലേ, അത് മൊത്തം ഇനി ഇറങ്ങി വേണം കേട്ടോ പോവാൻ. ഇനി നമ്മൾ വന്ന വഴിയെല്ലാം മൊത്തം ഷൂട്ട് ചെയ്താണ് വന്നത്. ഇനി എന്തായാലും ഗുരുദ്വാര പോകാൻ പ്ലാൻ ഉണ്ട്. എനിക്കറിയില്ല കേട്ടോ എപ്പോൾ എത്തുമെന്നൊന്നും. അത്യാവശ്യം ദൂരമുണ്ട് മക്കളെ, അതുപോലെ അത്യാവശ്യം ഇറക്കമുണ്ട്, ചെറിയ രീതിക്ക് കയറ്റമുണ്ട് കേട്ടാ. എന്തായാലും നമുക്ക് നോക്കാം. നമ്മളെ പോണേക്ക് ഇതേപോലെ ഒരു വാട്ടർഫാൾ ഉണ്ട് കേട്ടാ, അടിപൊളിയാണ് കാണാൻ വേണ്ടി. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ നിന്ന ആർമി ക്യാമ്പിൻ്റെ അടുത്താണ് കേട്ടോ. റൈറ്റ് സൈഡിലാണ് ആർമി ക്യാമ്പ്. അതുപോലെ തന്നെ ഈ ഒരു വാട്ടർഫാളിൻ്റെ പേര് ജംഗ് ബഹദൂർ വാട്ടർഫാൾ എന്നാണ് കേട്ടോ പേര്. ഇതിൻ്റെ ഇവിടെ ഒരു കഫേ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇതെല്ലാം ആർമിയുടെ തന്നെയാണ്. നല്ല രീതിയിലാണ് വെള്ളം ഇങ്ങനെ ഒഴുകി വന്നേട്ടാ മക്കളെ, അടിപൊളിയാണ് കാണാൻ വേണ്ടി. നല്ല തെളിഞ്ഞ വെള്ളം കേട്ടാ. നമ്മൾ നേരത്തെ കണ്ട വാട്ടർഫാളുകളില്ലേ, അതേപോലത്തെ ഒരു വാട്ടർഫാൾ തന്നെയാണ് ഇതും. പക്ഷേ കാണാൻ അടിപൊളിയാണ് ഈ ഒരു റൂട്ട്. നമ്മൾ വരുമ്പോൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാണ്ട് സത്യം പറഞ്ഞ തന്നെ ഈ ഒരു റൂട്ടില്. നിങ്ങൾ മെച്ചൂക്ക, അതുപോലെ തന്നെ മെച്ചൂക്കന്ന് ലമാങ് എന്തായാലും നിങ്ങൾ വന്നു കേട്ടോ. ഒരുപാട് കാഴ്ചകളുണ്ട്, ഒരുപാട് മനോഹരമായ സംഭവങ്ങളുണ്ട്, എല്ലാം നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. അതുപോലെ ഇവിടെ വന്നോയ്ക്ക് ഈ ഒരു ക്യാമ്പിൽ ആ സാറ് പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് വന്നു. ഞാൻ ഓൾറെഡി അവിടെ മേലിൽ നിന്ന് കഴിച്ചിട്ട് വന്നേന്. അപ്പം അതുകൊണ്ട് ഇവിടെ കഴിക്കാൻ നിന്നില്ല. എന്തായാലും ഇന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ ഇരിക്കണതിൻ്റെ അവിടെ എത്തണം, അല്ലെങ്കിൽ പണിയാവട്ടെ. കാരണം നമ്മളിപ്പോൾ കുറേ ദിവസം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നെറ്റ്വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ വേറെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് അതിൻ്റെ ഉള്ളത് ഗുരുദ്വാരയാണ്. ഗുരുദ്വാര ഇന്നെത്തും, കണ്ടുപോകാമെന്ന് വിചാരിച്ചിരിക്കണേന്. എന്തായാലും മാക്സിമം നോക്കാട്ടോ. നമ്മളെ ഇന്നലെ വന്ന വഴിക്ക് കണ്ട ഹനുമാൻ ടെമ്പിളാണ് ഇത്. അപ്പോൾ ഇവിടെ ഇത് ഓപ്പൺ ആണ്. നമ്മൾ ഇന്നലെ പോയ ടൈമിൽ അധികം നിന്നില്ല കേട്ടോ. ഇന്ന് തിരിച്ച് റിട്ടേൺ പോകണ വഴിക്ക് നമ്മൾ ഇവിടെ നിന്ന്. പക്ഷേ ഒരു കാര്യം നമ്മൾ വിട്ടുപോട്ടെ, ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. ഇത് നോക്കി ആ ഒരു മല കണ്ട ഞങ്ങൾ, അതിൽ ഒരു ചിത്രം കൊത്തി വെച്ചിട്ടുണ്ട്. അത് ഹനുമാൻ്റെ ചിത്രമാണ് കൊത്തി വെച്ചേക്കുന്നത്. അതിനെ തുടർന്നാണ് കേട്ടോ ഇവരിവിടെ അമ്പലവും കാര്യങ്ങളൊക്കെ പറഞ്ഞത് കേട്ടോ. ശരിക്കും ഇവിടെയുള്ള ആൾക്കാരുടെ ഒരു വിശ്വാസപ്രകാരം ഇത് ഒരുപാട് വർഷമായിട്ട് ഇവിടെ തനിയെ ഉണ്ടായതാണ് കേട്ടോ. എനിക്ക് ഇതിൻ്റെ സ്റ്റോറി അറിയില്ല, പക്ഷെ കണ്ടിട്ട് സെയിം ഇതാണ് കേട്ടോ. ഹനുമാൻ്റെ ഒരു ഫേസ് ആയിട്ടാണ് അതിൽ കൊടുത്തേക്കണത്. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് തൊഴുതിട്ടൊക്കെ ഉണ്ടാ പോണത്. നമ്മളിനി ഇവിടുന്ന് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ ഗുരുദ്വാര എത്തും. അതും കൂടെ കണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങണേ കേട്ടോ. എന്നെ അടിയിൽ പോയിട്ട് എൻ്റെ ബാഗ് കാര്യങ്ങളൊക്കെ എടുക്കണം. മിക്കവാറും ഇന്ന് സ്റ്റേ അവിടെ തന്നെ ഇരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഗുരുദ്വാരയിലെത്തിയേട്ടാ. ഗുരുദ്വാര സാഹിബ്, ഗുരുദ്വാര തപോ അസ്ഥാൻ എന്നാണ് ഈ ഒരു ഗുരുദ്വാരയുടെ പേരേട്ടാ. അപ്പം എന്തായാലും അകത്ത് കയറിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ തന്നെ ഇതിനൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ഫ്രീ ലങ്കർ കിട്ടും, 24 മണിക്കൂറും ലങ്കർ കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഇതാണ് കേട്ടോ ഗുരുനാനാക്ക്. അദ്ദേഹം ഇവിടെ പണ്ട് കാലത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനെ ചൊല്ലിയാണ് ഇവിടെ ഇങ്ങനൊരു ഗുരുദ്വാര പണിയാൻ കേട്ടോ. അതിനൊരു സ്റ്റോറി ഉണ്ട്, അതെനിക്കറിയാം. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ കുറച്ചും കൂടെ കിട്ടാനുണ്ട്. അതും കൂടെ ഒന്ന് അറിഞ്ഞിട്ട് ഞാൻ പറയാം കേട്ടോ. ചിലപ്പോൾ ഞാൻ പറയണ സ്റ്റോറി തെറ്റാണെങ്കിലാ. ഇവിടെ ഇഷ്ടംമാതിരി സിഖുകാരുണ്ടാവും, അപ്പോൾ അവർക്കറിയാൻ പറ്റും കേട്ടോ. ഇതാണ് ഗുരുദ്വാര തപോസ്ഥാൻ കേട്ടോ. ഇതിനൊരു സ്റ്റോറി ഉണ്ട്. 15-ാം നൂറ്റാണ്ടിൻ്റെ കാലയളവിൽ ഗുരുനാനാക്ക് മെച്ചൂക്ക മലനിരകളിൽ ആത്മീയ യാത്രയ്ക്കായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് അദ്ദേഹം ഇവിടെ ഒരു കല്ലിൻ്റെ അവിടെയാണ് വിശ്രമിച്ചത് കേട്ടോ. ദീർഘകാലം അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനെ ചൊല്ലിയാണ് ഇവിടെ ഗുരുദ്വാരയൊക്കെ പണിതത്. ആ ഒരു സമയത്ത് ഇവിടെയുള്ള ഒരു ഗ്രാമത്തിൽ ഒരു കുട്ടിക്ക് അസുഖം വന്ന് മരണത്തോട് ചേർന്ന് നടക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. ഇവിടുത്തെ ആൾക്കാർ നേരെ ഗുരുനാനാക്കിൻ്റെ അടുത്ത് കൊണ്ടുപോയും അദ്ദേഹം ഈ ഒരു കുട്ടിക്ക് ആശീർവാദം നൽകുകയും ദൈവനാമം ജപിക്കുകയും ചെയ്തട്ടാ. അതുപോലെ തന്നെ പാറക്കെട്ടുകളിൽ നിന്നുള്ള ഉറവയിൽ നിന്ന് അദ്ദേഹം കുറച്ച് വെള്ളം എടുത്ത് ആ ഒരു കുട്ടിക്ക് കൊടുക്കുകയും കുട്ടിയുടെ അസുഖം മാറുകയും ചെയ്തട്ടാ. പിന്നീട് ഇവിടെയുള്ള ഗ്രാമവാസികൾക്ക് ഗുരുനാനാക്കിനോട് വലിയൊരു ബഹുമാനവും ആദരവും ഉണ്ടായിട്ടാ. അതിൻ്റെയൊക്കെ ഒരു സ്റ്റോറിയാണ് നിങ്ങൾ ഈ കാണുന്നത്. അതുപോലെ എല്ലാ ഗുരുദ്വാരനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസും ഈ ഒരു സ്ഥലത്തുണ്ട് കേട്ടോ. ഗുരുദ്വാര തപോസ്ഥാൻ സ്ഥിതി ചെയ്യുന്നതിൻ്റെ ഒരു മാപ്പാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഉത്തരാഖണ്ഡിലെ ഹേമകുണ്ട് സാഹിബിന്റെ ഒരു സ്റ്റോറിയാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഗോൾഡൻ ടെമ്പിളിന്റെ സ്റ്റോറി, അതുപോലെ പത്തർ സാഹിബ് ഗുരുദ്വാര ലഡാക്കിലുള്ളത്, അങ്ങനെ ഒരുപാട് ഗുരുദ്വാരയുടെ സ്റ്റോറികളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഗുരുനാനാക്കിന്റെ ഫോട്ടോ. അതുപോലെ ആ ഒരു സമയത്ത് ഗുരുനാനാക്ക് ഇവിടെ മെച്ചൂക്കയിൽ എത്തിയ സമയത്ത് ഇവിടെ ഒരു പാറ ഉണ്ടായിരുന്നു. ആ ഒരു പാറ അദ്ദേഹം രണ്ടായിട്ട് മുറിച്ചിട്ട് അതിലൂടെ നടന്നു പോയി എന്നാണ് കേട്ടേക്കണേട്ടാ. അതിന്റെ ഒരു സംഭവം ഇതിന്റെ മേലിലുണ്ട് കേട്ടോ. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് അവിടേക്കാണ് പോണത്. ഈ കാണുന്നത് അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളിലേക്ക് സ്റ്റോറിയാണ് കാണുന്നത്. അതുപോലെ തന്നെ പണ്ടത്തെ ഒരുപാട് കഥകളും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഈ ഒരു സ്ഥലം ഇന്ത്യൻ ആർമി ഏറ്റെടുത്തേട്ടാ. ഇവിടെ വന്നത് സിഖ് റെജിമെന്റ് ആണ്. അവരാണ് ഈ ഒരു ഗുരുദ്വാര ഇങ്ങനെയൊക്കെ എടുത്തേട്ടാ. ഗുരുദ്വാര എന്ന് പറഞ്ഞാൽ പണ്ട് ഇത്രയും സെറ്റപ്പ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇന്ത്യൻ ആർമിയുടെ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് ഇവിടെ കുറച്ചുകൂടെ മാറ്റങ്ങൾ വന്നേട്ടാ. ഇതിന്റെ കൺട്രോൾ മൊത്തം ഇന്ത്യൻ ആർമിയിലാണ്. എല്ലാ ഗുരുദ്വാരയിലുള്ള പോലെ തന്നെ ഇവിടെയും ലങ്കർ ഉണ്ട് കേട്ടാ. 24 മണിക്കൂറും നമുക്ക് ഫുഡ് ഫ്രീ ആണ് ഇവിടെ. നമ്മൾ ചെന്ന സമയം ഭയങ്കര രീതിയിൽ ലേറ്റ് ആയിട്ടാ. നമ്മൾ നേരെ പോണത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ ഒരു പാറയുണ്ട്. ആ ഒരു പാറ കാണാൻ വേണ്ടിയാട്ടാ പോണത്. ഈ ഒരു സ്ഥലത്താണ് ഗുരുനാനാക്ക് വന്നത്. അതുപോലെ തന്നെ ഇവിടെ ബുദ്ധിസ്റ്റുകളുടെ ഒരുപാട് സ്റ്റോറികൾ ഉണ്ട് കേട്ടാ. ഇതൊരു ടെമ്പിൾ പോലത്തെ സംഭവമാണ്. ഇവിടെയുള്ള ടിബറ്റൻ ആളുകൾ വിളിക്കുന്നത് ഗുരു റിംപോച്ചെ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ഒരു ലക്കി സ്റ്റോൺ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതിന്റെ അങ്ങോട്ടേക്കാണ് നമ്മൾ പോണേട്ടാ. അത് നമ്മൾ കൂടുതലും കാണുന്നത് ഇതിന്റെ അടിയിൽ വെള്ളമുണ്ട് കേട്ടാ. അതിന്റെ ഉള്ളിലാണ് ലക്കി സ്റ്റോൺസ് ഉള്ളത്. നമ്മുടെ കൂടെ കുറച്ച് പട്ടാളക്കാരുണ്ട് കേട്ടാ. അപ്പൊ അവരുടെ കൂടെയാണ് നമ്മൾ പോണത്. അവരാണ് നമുക്ക് ഇതിന്റെ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നേട്ടാ. നല്ല രീതിയിൽ ഇരുട്ടിയോണ്ട് നമുക്ക് കുറെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടാ. കുറച്ച് ദൂരം നമുക്ക് അടിയിലേക്ക് ഇറങ്ങാനുണ്ട്. ഇവർ സിഖുകാരായതുകൊണ്ട് ഇവർക്ക് ഇവരുടെ ചരിത്രങ്ങൾ കാര്യങ്ങളൊക്കെ അറിയാട്ടെ. അവരാണ് എനിക്ക് വിശദീകരിച്ചു തന്നത്. ഈ കാണുന്നതാണ് ഗുരുനാനാക്ക് രണ്ടായിട്ട് കട്ട് ചെയ്ത പാറയേട്ടാ. ഇതിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് നടക്കാൻ പറ്റും. ഇതിന്റെ ഉള്ളിൽ കൂടെ നടന്ന് നമുക്ക് അപ്പുറത്ത് എത്തിയിട്ട് അതിന്റെ അടിയിലാണ് ലക്കി സ്റ്റോൺസ് വന്നേട്ടാ. അങ്ങനെ നമ്മളും അതിന്റെ ഉള്ളിൽ കൂടെ നടന്നു പോയിട്ടാ. ആദ്യം എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അതിന്റെ ഉള്ളിൽ പെട്ടുപോയിക്ക് തന്നെ ആകെ പണിയാവട്ടെ. ഇപ്പൊ അവര് നമുക്ക് പുറകിൽ നിന്ന് കോൺഫിഡൻസ് ഒക്കെ തന്നെ ഉണ്ട്. ഇവരൊക്കെ ഇടക്ക് വന്നതാന്നാട്ടാ പറഞ്ഞത്. ഇടക്ക് എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴൊക്കെയാണ് വന്നത്. ഇവര് കൂടുതലും ആ ഒരു ഗുരുദ്വാരയുടെ കാര്യങ്ങൾ നോക്കിയാണ്ട് അവിടെ നിൽക്കണത്. അങ്ങനെ നമ്മൾ നടന്ന് അവസാനം എൻഡിലെത്തിയേട്ടാ. ഒരു കണക്കിനാണ് നമ്മൾ അടിയിലെത്തിയത്. അങ്ങനെ അടിയിൽ പോയപ്പോൾ നമ്മൾ ലക്കി സ്റ്റോൺസ് കണ്ടു തുടങ്ങി കേട്ടാ. ഇതിവിടെ ആൾക്കാരൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇത് കിട്ടണത് മൊത്തം ഈ കാണുന്ന വെള്ളത്തിൽ നിന്നാട്ടാ. രാത്രിയാവുകൊണ്ട് ക്ലിയർ ആകാത്തതാണ്. ഇവരില്ലായിരുന്നെങ്കിൽ നമ്മൾ പെട്ടുപോയിനേട്ടാ. കാരണം എനിക്ക് ഇതിൻ്റെ സ്റ്റോറി പോലും അറിയില്ല. ഇവർ നമ്മുടെ കൂടെ വന്നിട്ട് എല്ലാം വിശദമാക്കി പറഞ്ഞു തരുകയും ചെയ്ത്. അതുപോലെ ഇനി നമ്മൾ നേരെ പോണത് ഗുരുനാനാക്ക് വന്ന സമയത്ത് സ്നാനം ചെയ്തൊരു സ്ഥലമുണ്ട് കേട്ടാ. ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. ഇവർ പറഞ്ഞ സ്റ്റോറിയാണ്. എനിക്ക് അല്ലാണ്ട് ഇതിനെ കുറിച്ച് വലിയ ഡീറ്റെയിൽ അറിയില്ല. ഇത് രോഗങ്ങളൊക്കെ ഉള്ള സമയത്ത് ഈ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ രോഗങ്ങളൊക്കെ പോകുന്നതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോൾ ഇതിന്റെ ഉള്ളിൽ ഒരു ചെറിയൊരു സംഭവം കൂടെ ഉണ്ട്. ഈ കാണുന്ന സംഭവം ഇതിന്റെ ഉള്ളിലാണ് ഗുരു റിംപോച്ചേട്ടാ. ഇതാണ് ബുദ്ധിസ്റ്റുകളുടെ ഗുരു റിംപോച്ചെ. അതുപോലെ തന്നെ ഈ കാണുന്നത് ഗുരുനാനാക്കിന്റെ തലപ്പാവിന്റെ ഒരു പാടാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കൊടംപുളിയൊക്കെ ഇട്ട് മീൻകറിയും ദോശയൊക്കെ ഇവിടെ വന്നിട്ട് അരുണാചലിൽ വന്നിട്ടാണ് കഴിക്കുന്നത്. ഹായ് സാർ, എങ്ങനെ പേരെന്നാ? രാമസ്വാമി. സാർ എന്റെ പേരെന്ത്? അജയ്കുമാർ. ഹായ് സാർ. ഹായ്. അപ്പൊ ഇവിടെ നമ്മളൊരു ഗ്രിഫിന്റെ ക്യാമ്പിലാണ് കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം പോണേക്ക് സാറിനെ കണ്ടതാണ്. വീണ്ടും അന്വേഷിക്കും നിങ്ങളെ വീണ്ടും കണ്ടുപിട്ടി. അപ്പൊ അതേ ക്യാമ്പിൽ കൊണ്ടുവന്ന് നമുക്കിതേ നല്ല ദോശയും ഉള്ളിയൊക്കെ ഇട്ട കൊടംപുള്ളിയൊക്കെ ഇട്ട മീൻ. സത്യം പറഞ്ഞാൽ ഇത്ര ദിവസം പറഞ്ഞ മീനൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ
കൊടംപുളിയൊക്കെ ഇട്ടത് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇത്ര നാൾക്ക് ശേഷം കഴിക്കാൻ വേണ്ടിയിട്ട്. സത്യം കിട്ടും. എന്തായാലും സന്തോഷം.